KGF എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർസിൽ അല്ലെങ്കിൽ മുൻനിര നായകന്മാരുടെ ഇടയിൽ ഒരു സ്ഥാനം നേടിയെടുത്ത നടനാണ് യഷ്. യഷ് എന്ന് പറയുന്ന നടൻ ഒരു നെപ്പോക്കിഡ് അല്ല. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം നമുക്കറിയാം കേരളത്തിന് പുറത്തുള്ള തമിഴായാലും കന്നഡയായാലും തെലുങ്ക് ഇൻഡസ്ട്രിയിലൊക്കെ കൂടുതലും നെപ്പോക്കിഡ്സ് ആണ് ഭയങ്കര സൂപ്പർ സ്റ്റാർസ് ആയി മാറുന്നത്. പക്ഷെ അതല്ലാത്തവരും ഉണ്ട്. അതിൽ ഒരു പ്രധാന നടനാണ് യഷ്. യഷ് ഒരു വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് സിനിമാ മോഹം മൂത്ത് നാടൊക്കെ വിട്ട് ബാംഗ്ലൂരൊക്കെ വന്ന് പിന്നീട് മിനി സ്ക്രീനിൽ തിളങ്ങി നായകനായി, അതായത് മിനി സ്ക്രീനിൽ ചെറിയ വേഷത്തിലൂടെ വന്ന് പിന്നീട് നായകനായി തുടങ്ങിയ ശേഷം ചെറിയ ചെറിയ സിനിമകളിലൊക്കെ അഭിനയിച്ച നായകനായി വന്ന് അങ്ങനെ KGF എന്ന് പറയുന്ന ഒരു സിനിമ സംഭവിക്കുന്നു. KGFന് മുമ്പ് യഷിനെ എനിക്ക് തോന്നുന്നില്ല നമ്മൾ മലയാളികളുടെ ഇടയിൽ ഒരു 95% പേർക്ക് അറിയുന്നുണ്ടാവില്ല. ഇവൻ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ യഷിന്റെ ഒന്നോ രണ്ടോ സിനിമകളിലൊക്കെ ചില പോസ്റ്റേഴ്സ് കണ്ടു എന്നല്ലാതെ KGFനൊക്കെ ശേഷമാണ് യഷിന്റെ പഴയ സിനിമകളൊക്കെ നമ്മൾ തേടിപ്പിടിച്ച് കണ്ടിട്ടുള്ളത്. കാരണം KGFന് മുമ്പുള്ള യഷ് അല്ല KGFന് ശേഷമുള്ളത്. KGF 1 വളരെ സൈലന്റ് ആയിട്ടായിരുന്നു ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നൊരു തരംഗം ആ ഒരു സിനിമ സൃഷ്ടിച്ചു. അതിനുശേഷം KGF 2 വന്നു കഴിഞ്ഞപ്പോൾ ഏത് ലെവൽ എത്തി എന്നുള്ളത് നമുക്കറിയാം. അത് കേരളത്തിൽ തന്നെ ഒരു വലിയൊരു റെക്കോർഡ് കളക്ഷൻ ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഇനീഷ്യൽ കളക്ഷൻ ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ കളക്ഷൻ കേരളത്തിൽ കിട്ടിയ ഒരു സിനിമയായിരുന്നു അന്ന് KGF. പിന്നീട് അതിന്റെ റെക്കോർഡൊക്കെ പിന്നീട് പല സിനിമകളൊക്കെ കളക്ട് ചെയ്തപ്പോൾ എമ്പുരാനും ലിയോയും ഒക്കെ പോലത്തെ സിനിമകളൊക്കെ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഞാനിപ്പോൾ യഷിനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഏറ്റവും പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ ടോക്സിക്. ശരിക്കും 2022 KGF 2 ഇറങ്ങിയ ശേഷം എല്ലാ റെക്കോർഡുകളും ബ്രേക്ക് ചെയ്ത ശേഷം ഇനി യഷ് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് എല്ലാവരും ഇന്ത്യൻ സിനിമാ ലോകം തന്നെ മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കാരണം അത് KGFന്റെ മുകളിലുള്ള ഒരു സിനിമയാണോ അതോ തൽക്കാലം ഒരു ലൈറ്റ് സിനിമയാണോ യഷ് ചെയ്യാൻ പോകുന്നത്? അതായത് KGFന്റെ അപ്പുറത്തോട്ട് ഇനി ഒരു സിനിമ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും വലിയൊരു ബുദ്ധിമുട്ടുള്ള വലിയൊരു അത്രയും പ്രഷറും അല്ലെങ്കിൽ ടെൻഷനും ഒക്കെ താങ്ങേണ്ടി വരും. എന്നിട്ട് യഷ് ഡേറ്റ് കൊടുത്തത് നമ്മുടെ ഒരു മലയാളി സംവിധായകയായിരിക്കായിരുന്നു, അത് ഗീതു മോഹൻദാസ്. എല്ലാവരും ഒരുപാട് പേര് അത് ഞെട്ടിയിരുന്നു. അന്ന് കുറെ വിമർശനങ്ങളും കിട്ടിയിരുന്നു യഷിന്. കുറെ പേര് അതിനെ പോസിറ്റീവായിട്ടും എടുത്തിരുന്നു. കാരണം നമുക്കറിയാം ഗീതു മോഹൻദാസ് ബാലതാരമായിട്ട് വന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. 1 മുതൽ 0 വരെ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന അന്ന് ബാലതാരത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. അതിനുശേഷം മുതിർന്ന ശേഷം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഫാസിലെ സിനിമയിലൂടെ വരുന്നു. പിന്നീട് തെങ്കാശി പട്ടണമൊക്കെ പോലത്തെ സിനിമകൾ നായികയായിട്ട് വരുന്നു. പിന്നെ അരികെ എന്ന് പറയുന്ന ഒരു സിനിമ, അതുപോലെ തന്നെ ഒരിടം എന്ന് പറയുന്ന സിനിമ, ഈ 2 സിനിമകൾക്കും 2004 കേരള സംസ്ഥാന അവാർഡ് കിട്ടുന്നു. ഇതിനോടൊപ്പം തന്നെ അവർ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു. കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ഒരു 40 മിനിറ്റ് ഉള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് അതിന് ഒരുപാട് അവാർഡ്സ് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ സംവിധായികയായി മാറുന്നു. എനിക്ക് തോന്നുന്നു അവർ 2007 ആ ഒരു കാലഘട്ടം എത്തിയപ്പോൾ തന്നെ അഭിനയം നിർത്തി. പിന്നീട് അവർ അതിൻ്റെ ക്യാമറാമാനായ രാജീവ് രവിനെ വിവാഹം കഴിക്കുന്നു. പിന്നീട് അവർ ഡയറക്ഷനിലോട്ട് തിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ ഡയറക്ഷൻ മേഖലയിൽ തന്നെയായിരുന്നു. 1-2 സിനിമകളൊക്കെ കഴിഞ്ഞിട്ട് അവർ നിവിൻ പോളിനെ വെച്ച് മൂത്തോൻ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു. നിവിൻ അതുവരെ ഹിറ്റുകൾ മാത്രം കൊടുത്തിരുന്ന ഒരു നിവിനായിരുന്നു. അതായത് പ്രേമത്തിനൊക്കെ ശേഷം നമുക്കറിയാം നിവിൻ ഏത് ലെവൽ എത്തിയെന്നില്ല. അന്ന് മലയാള സിനിമയിൽ മോഹൻലാലിന് തുല്യം ആ ഒരു ലെവൽ വരെ എത്തിയിരുന്ന ഒരു നടനായിരുന്നു നിവിൻ പോളി. അന്ന് ഒരു കാലത്ത് ദിലീപ് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു സ്പേസിലോട്ടാണ് നിവിൻ പോളി എത്തിയത്. പ്രേമവും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ആക്ഷൻ ഹീറോ ബിജു ജേക്കബിന്റെ സ്വർഗരാജ്യം, ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറയുന്ന ഒരു സിനിമ അന്ന് മിക്സഡ് ഒപ്പീനിയൻ കിട്ടിയിട്ട് പോലും നിവിൻ പോളിയുടെ ഒരു സ്റ്റാർഡം കൊണ്ട്, ഒപ്പം അജു വർഗീസും ഉണ്ട്, നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, എങ്കിലും നിവിൻ പോളിയുടെ ഒരു സ്റ്റാർഡം കൊണ്ട് ആ ഒരു സിനിമ നിവിൻ ഒരു 19 കോടിയൊക്കെ കളക്ട് ചെയ്യുന്ന ലെവലിൽ എത്തിച്ച, ഒരു ഹിറ്റ് സ്റ്റാറ്റസിൽ എത്തിച്ച സിനിമയായിരുന്നു ലവ് ആക്ഷൻ ഡ്രാമ. അത് കഴിഞ്ഞിട്ട് നിവിന്റെ ഇറങ്ങിയ സിനിമയായിരുന്നു മൂത്തോൻ. മൂത്തോൻ അന്ന് ഒരുപാട് ക്രിട്ടിക്കൽ അക്ലെയിം കിട്ടി, അവാർഡ് കിട്ടി. പക്ഷെ അവിടെ മുതൽ അങ്ങോട്ട് നിവിന്റെ കരിയർ വേറെ തരത്തിലോട്ട് പോയി. നമ്മൾ കണ്ടിട്ടുണ്ട് മൂത്തോൻ കഴിഞ്ഞ് പിന്നെ നിവിൻ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമകളിലേക്ക് മാറി. പിന്നീട് നിവിന്റെ ഒരു കോമഡി സിനിമ അല്ലെങ്കിൽ ഒരു എനർജറ്റിക് ആയിട്ടുള്ള സിനിമ കുറെ വർഷങ്ങൾ കണ്ടില്ല. നിവിന്റെ താരമൂല്യം തന്നെ ഇടിഞ്ഞു പോയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മൂത്തോന് നിവിന് ഒരു സ്റ്റേറ്റ് അവാർഡ്, ഒരു പരാമർശമൊക്കെ കിട്ടി. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഫെസ്റ്റിവൽസിലൊക്കെ പോയിട്ട് എവിടേക്കോ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അപ്രീസിയേഷൻ. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും അത് കഴിഞ്ഞ് നിവിൻ തിരിച്ചു വന്നു എന്ന് പറയാൻ നമുക്ക് പറ്റുന്നത് സർവ്വമായാണ്. സർവ്വമായി കണ്ട് നിവിന്റെ ഇറങ്ങിയ സിനിമകൾ പ്രതിച്ഛായയും ബേബി ഗേളും എന്നത് രണ്ടും പരാജയമായി പോയി. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, മൂത്തോൻ എന്ന് പറയുന്ന ഒരു സിനിമ അഭിപ്രായങ്ങൾ കിട്ടിയെങ്കിലും ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു താരത്തിന്, ഞാൻ നടൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിവിൻ പോളി എന്ന് പറയുന്ന താരത്തിന്
ഒരു ഗുണവും ചെയ്യാത്ത ഒരു സിനിമ തന്നെയായിരുന്നു മൂത്തോൻ. അങ്ങനെയുള്ള ഒരു സംവിധായകയായി ഗീതു മോഹൻദാസിനാണ് യഷിനെ പോലെയുള്ള ഒരു നടൻ ഡേറ്റ് കൊടുത്തത്. ആ ഒരു സിനിമ അതിന്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്റ്റാർ കാസ്റ്റ് നമുക്കറിയാം. അതിൽ കിര അദ്വാനിയുണ്ട്, നയൻതാരയുണ്ട്, ഹുമ ഖുറേഷി, രുക്മിണി വസന്ത്, നമ്മുടെ മലയാളിയെ സുദേവ് നായർ, പിന്നെ സുർജിത് ഗോപിനാഥ് എന്ന് പറഞ്ഞ നമ്മുടെ മലയാളി നടൻ, പിന്നെ ടൊവിനോയും ഉണ്ട് എന്ന് പറയുന്നു. എനിക്കതൊരു ഒഫീഷ്യലി എനിക്ക് അറിയില്ല. ടൊവിനോന്റെ പേരുകളൊക്കെ ഞാൻ പലപ്പോഴും കേൾക്കുന്നു. എന്തായാലും ആ ഒരു സിനിമയുടെ ടീസർ ഇറങ്ങി. ടീസർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ടഭിപ്രായം. ഒന്ന്, ഗീതു മോഹൻദാസ് മാറിയോ, കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ഗീതു മോഹൻദാസ് ഇങ്ങനെ ചെയ്യുമോ എന്ന് പറഞ്ഞ് ഗീതു മോഹൻദാസിനെ വിമർശിച്ചു. കാരണം ടീസറിൽ അശ്ലീലം കാണിക്കുന്നു അല്ലെങ്കിൽ വൾഗർ ആയിട്ടുള്ള രംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കര വിവാദമായിരുന്നു. അന്ന് ആ ഒരു സിനിമയ്ക്ക് കുറെ കംപ്ലൈന്റ് വരെ ഉണ്ടായിരുന്നു. അതായത് ആം ആദ്മി പാർട്ടിയിലെ വുമൺസ് വിങ്, സ്ത്രീകളുടെ ഒരു വിങ്, അവര് കേസ് കൊടുത്തിരുന്നു, കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ നാഷണൽ ക്രിസ്ത്യൻ ഫെഡറേഷൻ, അവരും ഇതുപോലെ തന്നെ ഇതിലെ ഒരു വൾഗാരിറ്റി, അതുപോലെ തന്നെ ഇതിൽ സെമിത്തേരിക്കകത്തുള്ള ഒരു ഫൈറ്റ്, അത് റിലീജിയസ് സെന്റിമെന്റ്സിനെ ബാധിക്കും എന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് കോൺട്രവേഴ്സി ആയിക്കോട്ടെ, സൃഷ്ടിക്കാൻ തന്നെ അതിന്റെ അത് ഗീതു മോഹൻദാസ് ആവാം, അവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് തന്നെ അങ്ങനത്തെ ഒരു ടീസർ ഇറക്കിയതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിൽ ആ ടീസർ ഇറങ്ങി അതിനൊരു ഗീതു മോഹൻദാസ് വേറൊരു ഹോളിവുഡ് ലെവലിലുള്ള സിനിമ ചെയ്യുന്നു എന്നൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വന്നു. പിന്നെ ആ സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഗീതു മോഹൻദാസ് ആയിരുന്നു, ക്യാമറ രാജീവ് രവി ആയിരുന്നു. ഇത് കഴിഞ്ഞ് ഫസ്റ്റ് ലുക്ക് ഈ പറഞ്ഞ ടീസറും കാര്യങ്ങളും ഇറങ്ങിയ ശേഷം നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചാൽ അതിന്റെ പോസ്റ്ററുകളിൽ ഗീതു മോഹൻദാസിനോടൊപ്പം യഷിന്റെ പേരുണ്ട്. അപ്പോൾ യഷ് ഇതിൽ കൈകടത്തി, അല്ലെങ്കിൽ യഷാണ് ഇപ്പോൾ ആ ഒരു സിനിമ ഡയറക്ട് ചെയ്യണത്. യഷിന് തൃപ്തി വരാതെ പല സീൻസും റീഷൂട്ട് ചെയ്തിട്ടാണ് ആ സിനിമ നീണ്ടുപോകുന്നത് എന്നൊക്കെ ഒരു വർഷം മുമ്പ് വരെ അതിന് പറഞ്ഞു തുടങ്ങിയിരുന്നു. ഇത് കഴിഞ്ഞ് മാർച്ച് 19 ആ സിനിമ വേൾഡ് വൈഡ് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. മാർച്ച് 19 ടോക്സിക്കും ദുരന്തർ 2 ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ മാർച്ചിന്റെ തുടക്കം ഈ ഗൾഫ് യുദ്ധം പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ അനൗൺസ് ചെയ്തു ഈ യുദ്ധത്തിന്റെ ഒക്കെ സാഹചര്യം കാരണം സിനിമ നീട്ടുകയാണ്, ജൂണിലേക്ക് തള്ളുകയാണെന്ന് പറഞ്ഞു. പക്ഷെ ദുരന്തർ 2 അവർ ധൈര്യത്തോടുകൂടി ഇറക്കി. അതിലൊരു കാരണം ദുരന്തർ 2 GCCയിൽ ബാൻഡാണ്, അതിന്റെ ഒരു കോൺട്രോവേഴ്സി ആയിട്ടുള്ള ഒരു തീംസും കാര്യങ്ങളും കാരണം. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇറക്കി. പക്ഷെ അതേ ദിവസം തന്നെ ആട് 3 ഇവിടെ റിലീസായിരുന്നു. അതും ഗൾഫ് രാജ്യത്ത് റിലീസ് ചെയ്തിട്ടും 60 കോടിയോളം രൂപ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്താണ്. ആട് 3യുടെ ടോട്ടൽ കളക്ഷന്റെ 50%, ഏകദേശം 60 കോടിക്ക് മുകളിൽ ഗൾഫ് രാജ്യങ്ങളിൽ, അല്ല വിദേശ രാജ്യങ്ങളാണ്, ഗൾഫ് ഉൾപ്പെടെ. അതിനുശേഷം നമുക്കറിയാം വാഴ ഇറങ്ങി, മോഹിനിയാട്ടം ഇറങ്ങി, 2 സിനിമയും നന്നായിട്ട് കളക്ട് ചെയ്തു. അപ്പോൾ ഈ ഗൾഫ് യുദ്ധം സിനിമകളുടെ കളക്ഷനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ അത് വീണ്ടും വാർത്ത വന്നിരിക്കുന്ന ടോക്സിക് ജൂണിൽ നിന്നും മാറ്റുകയാണെന്നുള്ളതാണ്. അപ്പൊ ഇവരതിന് കാരണം പറഞ്ഞത് സിനിമാകോൺ ഇവന്റ് എന്ന് പറഞ്ഞൊരു വിദേശത്ത് നടത്തിയ ഒരു ഇവന്റിൽ ഒരു വൻ വരവേൽപ്പ് ഈ സിനിമയ്ക്ക് ലഭിച്ചു. അതുകൊണ്ട് ഇനി കുറച്ചും കൂടിയും ഒരു ഗ്രാൻഡ് റിലീസ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു വേറെ തരത്തിൽ റിലീസ് ചെയ്യേണ്ടതായതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു ഡേറ്റിലോട്ട് തള്ളുകയാണെന്ന് പറഞ്ഞ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നു. വളരെ ഒരു ഇമോഷണൽ ഒരു പോസ്റ്റ് ഒക്കെയാണ് യഷും അതിന്റെ KVN പ്രൊഡക്ഷൻസ് ഒക്കെ അവർ പോസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇതിലെ ചില ഗോസിപ്പ് വരുന്നത്, സിനിമയ്ക്കുള്ളിലെ ചില വാർത്തകളൊക്കെ വരുന്നത്, ഇത് ഗീതു മോഹൻദാസിന്റെ പ്രൊഡക്റ്റിൽ യശ് തൃപ്തനല്ല, അതുകൊണ്ട് വീണ്ടും കുറെ റീഷൂട്ടുകൾ, എഡിറ്റുകൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സിനിമ മാറ്റുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് ആ ഒരു സിനിമേനെ വളരെയധികം ബാധിക്കുമെന്ന് തന്നെ പറയാം. കാരണം 2022 ഒരു സിനിമ ഇറങ്ങിയിട്ട് ഈ 26 4 വർഷമായിട്ട് യഷിന്റെ ഒരു സിനിമ റിലീസ് ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം എത്രയോ പേര് ഇപ്പൊ പുഷ്പ അതേപോലത്തെ ഒരു സിനിമയാണ്, ഒരു ഭയങ്കര ഒരു പാൻ ഇന്ത്യ ലെവലൊരു സിനിമയാണ്. പുഷ്പ ഇറങ്ങി 21, അത് കഴിഞ്ഞിട്ട് പുഷ്പ 2 അല്ലു അർജുൻ 2024 റിലീസ് ചെയ്തു. ഇപ്പൊ അല്ലു അർജുൻ ആറ്റ്ലിയുടെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു സിനിമ ഏകദേശം ഒരു വർഷത്തോളൊക്കെ നീണ്ടുപോകുന്നു. അപ്പൊ ബോംബെയിലൊക്കെ അതിന്റെ ഷൂട്ട് ആയതുകൊണ്ട് അല്ലു അർജുൻ അവിടെ ഒരു ഫ്ലാറ്റ് വരെ 16 ലക്ഷത്തിന്റെ വാടകയ്ക്ക് ഒരു ഫ്ലാറ്റ് വരെ എടുത്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത പടം അനൗൺസ് ചെയ്തു, ലോകേഷിന് വെച്ചിട്ടുള്ള സിനിമ വരെ, ലോകേഷ് ഡയറക്ട് ചെയ്തൊരു സിനിമ അല്ലു അർജുൻ അനൗൺസ് ചെയ്തു. മഹേഷ് ബാബു ഗുണ്ടൂർക്കാരം എന്ന് പറയുന്ന ഒരു സിനിമ, അതിനുശേഷം ഇപ്പോ നമുക്കറിയാം രാജമൗലിയുടെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സിനിമ ഓൾമോസ്റ്റ് കഴിയാറായിരിക്കണം. അടുത്ത വർഷം ആ ഒരു സിനിമ ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. അപ്പൊ NTR ആയാലും രാമചരൺ ആയാലും ഇവരൊക്കെ ഓരോ സിനിമകളിലോട്ട് തിരിഞ്ഞ് അതൊക്കെ റിലീസ് ചെയ്യുകയോ അല്ലെങ്കിൽ റിലീസിനോട് എത്തുകയോ ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് യശ് ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഇങ്ങനെ സിനിമ ഉണ്ട്. ഇനി അഥവാ ഈ ഒരു സിനിമ ഇറങ്ങി ഇതെല്ലാം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതിന്റെ വിമർശനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് സിനിമ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, യഷിന്റെ താരമൂല്യം വീണ്ടും ഉയരും. പക്ഷെ ഇത് പരാജയപ്പെട്ടാൽ അത് ഗീതു മോഹൻദാസിനെ അല്ല, ശരിക്കും യഷിനെയാണ് ബാധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് പരാജയപ്പെട്ടാൽ ഇനിയൊരു സിനിമ യഷ് പ്ലാൻ ചെയ്ത്
അതിന് വീണ്ടും ഇറക്കുമ്പോൾ വീണ്ടും ചിലപ്പോൾ 2-3 വർഷം പോയേക്കാം. അതുകൊണ്ട് ടോക്സിക്കിന്റെ അവസ്ഥ എന്താവും എന്നുള്ളത് അറിയില്ല. ഇത്രയും സ്റ്റാർ കാസ്റ്റിലും ഇത്രയും പ്രതീക്ഷയോടെ ഇറക്കുകയാണ്. ഒരു മൂത്തോൻ പോലത്തെയോ അല്ലെങ്കിൽ ഗീതു മോഹൻദാസ് ഇപ്പോൾ ചെയ്ത സിനിമകളുടെ ഒരു പാറ്റേൺ ആണെങ്കിൽ എന്തായാലും യഷിന്റെ ആരാധകരും സിനിമാ ലോകവും നിരാശപ്പെടുന്നത് ഉറപ്പാണ്. ഇനി അതല്ല ഗീതു മോഹൻദാസിൻ്റെതായ ചില ഈ പറയണ ചിന്തകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകളെ ഞാൻ ചെയ്യും എന്നുള്ള വാശിയൊക്കെ മാറ്റിവെച്ച് യഷിന്റെ പാറ്റേണിലുള്ള ഒരു സിനിമയാണ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. ചിലപ്പോൾ ഇവിടുത്തെ കുറെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എടുത്തു കാണിക്കൽ, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെതിരെ ട്രോളുന്ന അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ പറയുന്ന ഒരു വിഭാഗം ചിലപ്പോൾ പറയുമായിരിക്കും. പക്ഷെ മാസ് ഓഡിയൻസ് ആ സിനിമ ഏറ്റെടുക്കും, വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. അതുകൊണ്ട് പ്രതീക്ഷകളാണ്. സിനിമാ ലോകത്തെ എല്ലാവരെയും പോലെ തന്നെ അല്ലെങ്കിൽ ആരാധകരെ പോലെ ഞാനും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്.